ലെബനനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഹിസ്ബുള്ള മിസൈൽ വേധ സംവിധാനങ്ങൾ ഇസ്രയേൽ ഒരുക്കുകയാണ്. സ്ഫോടനങ്ങൾക്കിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഈജിപ്തിലെത്തുന്നു എന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് വിദേശ വാർത്തകളെ അഡ്രസ് ചെയ്യാൻ നമുക്കൊപ്പം വരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. എന്തായാലും ഈ പേജർ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും എസ്കെയിൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് മൊബൈൽ ഇല്ലാത്ത അല്ലെങ്കിൽ പേജർ ഇല്ലാത്ത ആൾക്കാരില്ല ലോകത്ത്. അതിൽ പേജർ മൊബൈലിന് മുമ്പേ വന്നതാണ്. പക്ഷേ മൊബൈൽ വളരെ പ്രചരിച്ച സമയത്ത് പേജറിൻ്റെ പ്രസക്തി പോയി. പക്ഷേ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായി ഇപ്പോഴും പ്രമുഖ സംഘടനകളും ചാരസംഘടനകളും ഒക്കെ പേജർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലെബനനിൽ വലിയ ഒരു സംഭവം, അമ്പരപ്പിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. ഹെസ്ബുള്ളയുടെ നെറ്റ്വർക്ക്, 10,000-കണക്കിന് ആൾക്കാരുള്ള നെറ്റ്വർക്കിൽ അവരുപയോഗിച്ചിരുന്നത് പേജറാണ്. ഒരു 6 മാസം മുമ്പാണ് പൂർണ്ണമായും മൊബൈലുകൾ ഒഴിവാക്കിയത്. കാരണം മൊബൈലിലെ സിഗ്നൽസ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയും ഇസ്രായേൽ സൈന്യവും പിടിച്ചെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവരത് ഒഴിവാക്കിയത്. ഇപ്പോൾ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ 11 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 400-ലേറെ പേർ ഗുരുതരമായ പരിക്കിലാണ്. അതിൽ നിരവധി പേർ മരണത്തോട് മല്ലടിച്ച് കഴിയുന്നു. 3000-ഓളം, 2800-നും 3000-ഓളം ഇടയ്ക്ക് പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അത് ലെബനനിൽ മാത്രമല്ല സിറിയയിലുമുണ്ട്. അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നു. അവർ റോക്കറ്റുകൾ ഒരുക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ആക്രമണമുണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അയൺ ഡോം അടക്കമുള്ള സുരക്ഷാ കവചങ്ങളുമായി അവർ സജ്ജീകരണത്തിലാണ്. തിരിച്ചടിക്കാൻ വ്യോമസേന തയ്യാറായി നിൽക്കുന്നു. അമേരിക്കയുടെ കപ്പലുകൾ ഇസ്രായേലിൻ്റെ അടുത്തുണ്ട്. ഏതായാലും ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ ഹെസ്ബുള്ള ഇറാൻ്റെ പിന്തുണയുള്ള സംഘടനയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സംഘടന തന്നെയാണ്. അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ അവരുടെ മുറയിൽ പോയിരിക്കുന്നു. അവരുടെ പ്രവർത്തകർ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ഈ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുന്ന സംവിധാനം ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഞെട്ടിവിറച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിൽ വന്നിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ വരവാണ്. ഇതുവരെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തീർക്കാനുള്ള യജ്ഞങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഒരു തവണ മാത്രമാണ് ഒരാഴ്ചത്തേക്ക് വെടിനിർത്തലുണ്ടായത്. അത് യുദ്ധം തുടങ്ങിയ സമയത്തായിരുന്നു, 2 മാസമൊക്കെ പിന്നിടുന്ന സമയത്തായിരുന്നു. പിന്നീട് ഇപ്പോൾ 1 വർഷം തികയുമ്പോഴും യാതൊരു തരത്തിലുള്ള വെടിനിർത്തലിനുള്ള സാധ്യതകളും കാണുന്നില്ല. എന്ന് മാത്രമല്ല പേജർ സ്ഫോടനത്തോടെ വല്ലാത്ത രീതിയിൽ, കാരണം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗസയിലെ യുദ്ധത്തിനെതിരെയാണ് ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ള രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരാൻ പോകുന്നില്ലെന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിൽ എസ്കെൻ, ഈ മിനിറ്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, 5000 തായ്വൻ മോഡൽ പേജറുകളാണ് ഹെസ്ബുള്ള വാങ്ങിയത് എന്ന വാർത്തയാണ് വരുന്നത്. ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയാണത് നിർമ്മിച്ചത്. അവരുടെ ഇപ്പോൾ പൊട്ടിത്തെറിച്ച പേജറുകളിൽ മുഴുവൻ ഈ സീലുണ്ട്, ഗോൾഡ് അപ്പോളോ ബൈ തായ്വാൻ കമ്പനി. ഇപ്പോൾ തായ്വാൻ കമ്പനിയുടെ സ്ഥാപകൻ ഈ നിമിഷം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങളല്ല അത് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ബ്രാൻഡ് ഞങ്ങളൊരു യൂറോപ്യൻ കമ്പനിക്ക് ഉപയോഗിക്കാൻ നൽകിയിരുന്നു, അവരാണ് ഈ പേജറുകൾ ഉണ്ടാക്കിയത്. 5000 പേജറുകൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷിപ്മെൻറ്റിൽ വന്നതാണ്. അതിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മോഡൽ അത് AP924 എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതിൽ 5000 ഫോണുകൾ ലെബനനിൽ എത്തിയിട്ടുണ്ട്. അതിൽ 3000-ഓളമാണ്. അത് സിറിയയിലും കുറച്ച് പോയിട്ടുണ്ട്. അത് മുഴുവൻ ഹെസ്ബുള്ളയുടെ ഈ മിലിറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റ്വർക്കിനാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അവരുപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കണ്ടെത്തി, എവിടെ നിർമ്മിച്ചു എന്ന് കണ്ടെത്തി, അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി അതിനുള്ളിൽ ഹിഡനായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ വെച്ച് അത് മാനുഫാക്ചർ ചെയ്തു എന്നാണ് ഒരു വാദം. മറ്റത് ലിത്തിയം ബാറ്ററി ഓവർ ഹീറ്റ് ചെയ്യുന്ന സൈബർ അറ്റാക്ക് നടത്തി എന്നുള്ള വാദവും വന്നിരിക്കുന്നു. എസ്കെൻ പി ജെയിംസ്, ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് വന്നിരിക്കുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണ്ട് 3 ലക്ഷം പേർ ഈ 2.5 കൊല്ലത്തിനിടയിൽ മരിച്ചുവെന്നും 7 ലക്ഷത്തോളം ആൾക്കാർക്ക് പരിക്കേറ്റുവെന്നും. വലിയൊരു കണക്കാണത്. കാര്യം ഇത്രയധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു യുദ്ധമാണ് ഈ 2.5 കൊല്ലം കൊണ്ട് കഴിഞ്ഞത്. മാത്രമല്ല ഇതുകൊണ്ട് എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ കുറേ മനുഷ്യരുടെ ജീവഹാനി മാത്രം, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ജീവിതം നഷ്ടപ്പെടുന്നത് മാത്രം. മറ്റെന്താണ് യുദ്ധത്തിൽ നിന്ന് നേടുന്നത്? തീർച്ചയായിട്ടും എസ്കെൻ, ഇതൊരു വിഷമകരമായ വാർത്ത തന്നെയാണ്. 2.5 വർഷം
പിന്നിടുമ്പോൾ 2022 ഫെബ്രുവരി 24-ന് SK ഓർക്കുന്നുണ്ടാവും നമ്മൾ ഈ യുദ്ധം ആരംഭിച്ച കാര്യം റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ 3 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെയൊക്കെ ഇൻ്റലിജൻസ് ഏജൻസി അതിനേക്കാൾ കൂടുതലാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേണൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ലക്ഷം പേര് റഷ്യയുടെ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 80,000-ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു. 20,000-ഓളം സിവിലിയൻസ് സാധാരണക്കാരായിട്ടുള്ള ഉക്രൈൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 3 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 7-നും 8 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റവരാണ് എന്ന് പറയുന്നത്. അതിൽ 4 ലക്ഷം പേർ റഷ്യയിലും 4 റഷ്യയുടെ ഭാഗത്തുനിന്ന് സൈനികർ, അതുപോലെ തന്നെ ഉക്രൈൻ്റെ ഭാഗത്തുനിന്നും ഏതാണ്ട് 3.5-നും 4 ലക്ഷത്തിനും ഇടയിൽ. ഇത്രയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വന്നിരിക്കുന്നത്. ശരിക്കും SK പറഞ്ഞ പോലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. യമനിൽ 8 വർഷമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് 3 ലക്ഷം വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. ഔദ്യോഗികമായി സ്ഥിരീകരണത്തിന് ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ എല്ലാ സംഘടനകളും ഇത് ഏതാണ്ട് ശരിവെക്കുന്നു. റഷ്യൻ സൈനികർക്ക് ഇത്രയും അധികം കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായത് അവർ ഉക്രൈൻ കയറി ആക്രമിക്കുകയായിരുന്നു. പക്ഷേ അവിടെ നാടൻ ബോംബുകളൊക്കെ വെച്ച് സാധാരണക്കാരായിട്ട് ആൾക്കാർ വരെ റഷ്യൻ സൈനികർക്കെതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ സൈനികർ ഒരുപാട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഉക്രൈൻ ഉണ്ടാക്കിയ ട്രാപ്പിൽ, ചതിക്കണിയിൽ വന്ന് വീഴുകയായിരുന്നു റഷ്യൻ സൈനികർ. അതുകൊണ്ടാണ് അവർ 2 ലക്ഷം പേർ കൊല്ലപ്പെട്ടത്. ഉക്രൈൻ സേന റഷ്യയിലേക്ക് കയറി യുദ്ധം ചെയ്തു. കിഴക്കൻ ഉക്രൈനിൽ റഷ്യയുടെ ട്രാപ്പിൽ, അവരുണ്ടാക്കിയ ട്രാപ്പിൽ ഉക്രൈൻ സേന വീണാണ് 80,000-ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടത്. പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കമ്പയർ ചെയ്യുമ്പോൾ SK സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ 20,000-ഓളം കൊല്ലപ്പെട്ടിട്ടുള്ളൂ 2.5 വർഷത്തിനുള്ളിൽ. അത് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതിനിടയിൽ ഈ മണിക്കൂറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത SK ഉക്രൈൻ സേന അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട മരിയോപോളിലെ റഷ്യ സൂക്ഷിച്ചിരുന്ന ആയുധ ഡെപ്പോ ഡ്രോണുകളും മിസൈലുകളും വെച്ച് ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഒരുപാട് മിസൈലുകളും ആയുധങ്ങളും ഒക്കെ തകർന്നു പോയതായ ഡെപ്പോ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അവർ മരിയപ്പോളിൽ പിടിച്ചടക്കി വെച്ച പ്രദേശത്ത് അവർ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ആ പ്രദേശത്തു നിന്നാണ്. അവിടെയാണ് ഈ തിരിച്ചടി നേരിട്ടുള്ളത്. SK. താങ്ക് യു PP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി PP നാളെ കാണാം. ഷാജി പൊയ്യിൽ SK മുണ്ടിന് എന്ത് പറ്റി തപ്പി നോക്കുന്നു? മുണ്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കിയതാ. ശ്രീകാന്ത് PM ചോദിക്കുന്നു, പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് പരാതി, ആ വാർത്ത എന്താ നിങ്ങൾ കൊടുക്കാത്തത്? നിരവധി രോഗികൾ കഷ്ടപ്പെടുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ജില്ലയാണിത്, ഈ പത്തനംതിട്ട. അവരുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടും എന്ന രീതിയിലുള്ള സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ലിഫ്റ്റ് ശരിയാക്കി രോഗികളുടെ ദുരിതം മാറ്റട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.